നമസ്കാരം. 10 PSC questions in 10 minutes നമുക്ക് നോക്കാം. പാർട്ട് 4 ആണ് കേട്ടോ ഇത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇമെക് എക്സാം 28 നവംബർ 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ്. കിർച്ചോഫ് ഫസ്റ്റ് ലോ പ്രകാരം കറണ്ട് അറ്റ് എ ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഇൻകമിങ് കറണ്ട് ആണോ, സം ഓഫ് വോൾട്ടേജസ് ആണോ, സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട് ആണോ, അതോ സീറോ ആണോ? സം ഓഫ് കറണ്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ് എന്നാണ് നമ്മളവിടെ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതായത് ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു I1 അങ്ങോട്ട് വരുന്നു, ഒരു I2 ഇങ്ങോട്ട് വരുന്നു, ഒരു I3 പുറത്തേക്കും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? അറ്റ് ജംഗ്ഷൻ എ എന്താണ്? I1 പ്ലസ് I2 രണ്ടും ഇൻകമിങ് ആണ്, ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. സം ഓഫ് ഓൾ ഇൻകമിങ് കറൻസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള നെറ്റ് കറണ്ട് എന്താണെന്നാണ് പഠിക്കുന്നത്? സീറോ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡുവൽ ബീം ഓസിലോസ്കോപ്പ് ഹാസ് 2 സ്ക്രീൻസ് ആണോ ഡുവൽ ബീമിന് ഉണ്ടാവുക, അതോ 2 ഡിഫറെൻറ്റ് ഫോസ്ഫർ കോട്ടിംഗ് ആണോ ഉണ്ടാവുക, അതോ 2 ഇലക്ട്രോൺ ഗണ്ണാണോ ഉണ്ടാവുക, അതോ സിംഗിൾ ബീം വിത്ത് ടൈം മൾട്ടിപ്ലെക്സിംഗ് ആണോ ഉണ്ടാവുക? നമുക്ക് നോക്കാം. 2 സ്ക്രീൻ എന്തായാലും ഉണ്ടാവില്ല, 2 ഡിഫറെൻറ്റ് ഫോസ്ഫർ കോട്ടിങ്ങും ഉണ്ടാവില്ല, 2 ഇലക്ട്രോൺ ഗണ്ണുകളാണ് അവിടെ ഉണ്ടാവുക. കാരണം ഡുവൽ ബീം അല്ലേ, 2 ബീം വരണം. അപ്പോൾ 2 ബീം വരണമെങ്കിൽ 2 ഇലക്ട്രോൺ ഗണ്ണാണ് അവിടെ ഉണ്ടാവുക. സിംഗിൾ ബീം വിത്ത് ടൈം മൾട്ടിപ്ലെക്സിംഗ് ഉപയോഗിക്കുന്നത് ഡുവൽ ട്രേസ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഡുവൽ ട്രേസ് ഓസിലോസ്കോപ്പിലാണ് ഒരൊറ്റ ബീമായിരിക്കും, അത് തന്നെ മൾട്ടിപ്ലെക്സ് ചെയ്ത് ടൈം മൾട്ടിപ്ലെക്സ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് കാണിക്കുകയാണ് ചെയ്യുക അവിടെ. ഓക്കെ, അടുത്തത്, സൂപ്പർപൊസിഷൻ തിയറം ഈസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഡുവാലിറ്റി ആണോ, ലീനിയാരിറ്റി ആണോ, റെസിപ്രോസിറ്റി ആണോ, നോൺ ലീനിയാരിറ്റി ആണോ എന്നാണ് ചോദ്യം. സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ലീനിയാരിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സർക്യൂട്ടിനകത്ത് മോർ ദാൻ 1 വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ സോഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഉണ്ടാക്കുന്ന ഇഫക്റ്റുകളുടെ ഓൾജിബ്രൈക് സം എടുത്താൽ മതി എന്നാണ് സൂപ്പർപൊസിഷൻ തിയറം പറയുന്നത്. അപ്പോൾ അതൊക്കെ ലീനിയർ സർക്യൂട്ട്സിന് മാത്രമേ ബാധകമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ലീനിയാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സൂപ്പർപൊസിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത്. അടുത്തത്, the signal to be observed on the screen of an oscilloscope is applied for across its vertical plate ആണോ, horizontal plate ആണോ, അതോ horizontal ആംപ്ലിഫയറിലാണോ, അതോ ട്രിഗർ സർക്യൂട്ടിലാണോ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട സിഗ്നൽ നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ അക്രോസ് ആണ് കൊടുക്കുക കേട്ടോ. ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ അക്രോസ് എന്താണ് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞത്? അതൊരു ടൈം ബേസ് ജനറേറ്റർ ആണ് കൊടുക്കുക. അവിടെ സോ ടൂത്ത് വേവ് ഫോം വരണം. ഓക്കെ, അതാണ് ടൈം ബേസ്. അപ്പോൾ അതിന് അവിടെ സോ ടൂത്ത് ജനറേറ്റർ ആണ് വയ്ക്കുക. വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ അവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, നമുക്ക് എന്താണോ സിഗ്നൽ ഒബ്സർവ് ചെയ്യേണ്ടത് അത് വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ അവിടെയാണ് കൊടുക്കുക. ഈ ട്രിഗർ സർക്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇനി ട്രിഗർ എങ്ങാനോ ആണോ എന്നൊക്കെ. ട്രിഗർ എന്തിനാണെന്നറിയോ? അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരു സിങ്ക്രണൈസിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു ഇൻപുട്ടാണ് ഈ ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സിങ്ക്രണൈസേഷൻ സർക്യൂട്ടിലേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ? സിഗ്നൽ ടു ബി ഒബ്സർവ്ഡ് ഓൺ ദ സ്ക്രീൻ ഓഫ് എൻ ഓസിലോസ്കോപ്പ് ഇസ് അപ്ലൈഡ് അറ്റ് ദി വെർട്ടിക്കൽ പ്ലേറ്റ്സിന് അക്രോസ് ആണ് അത് അപ്ലൈ ചെയ്യുക. അടുത്ത ചോദ്യം, the current carrying capacity of a copper wire having twice the diameter of another copper wire is twice as great, half as great, 4 times as great, 3 times as great. നമുക്ക് തപ്പി നോക്കാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും ഡയമീറ്ററും തമ്മിൽ അപ്പോൾ എന്തൊരു ബന്ധമുണ്ട്, അതാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷണൽ ടു ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ,
അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഏരിയ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇതിങ്ങനെ വയറിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സർക്കുലർ ഏരിയ അല്ലേ. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും പൈ ആർ സ്ക്വയർ ആയിരിക്കും. അതായത് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ആയിരിക്കും. റേഡിയസും ഡയമീറ്ററും തമ്മിൽ എന്താ ബന്ധം? അത് റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2 ആണ്. അപ്പോൾ d ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു d സ്ക്വയർ എന്നും എടുക്കാം. കാരണം പൈ കോൺസ്റ്റൻ്റ് ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്ന 4ഉം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ പ്രൊപ്പോർഷണാലിറ്റിയിൽ കോൺസ്റ്റൻറ്റിൽ അങ്ങോട്ട് പെടുത്തി കഴിഞ്ഞാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഡയമീറ്റർ ഇരട്ടിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിക്ക് എന്ത് പറ്റും? കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വിൽ ബിക്കം 4 times. ഓക്കെ, അപ്പോൾ 4 times as great as a copper wire having twice the diameter of copper wire ന് എന്തുണ്ടാവും? 4 times as great കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാകും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, in a CRO x-axis normally represents. x-axis നോർമലി റെപ്രസെൻസ് എന്ന് പറയുന്നുണ്ട്. നോർമലി അത് ടൈമാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ മിക്കപ്പോഴും ഇവിടെ വോൾട്ടേജും ഇവിടെ ടൈമുമായിട്ടാണ് കണ്ടുപിടിക്കാറുള്ളത് അല്ലേ. വോൾട്ടേജ് വേഴ്സസ് ടൈമാണ് നമ്മളൊരു ഇതെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൈൻ വേവ് മെഷർ ചെയ്യുന്നു, അത് നോക്കുന്നു, ഇൻപുട്ട് നോക്കുന്നു, ഔട്ട്പുട്ട് നോക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ വോൾട്ടേജ് വേഴ്സസ് ടൈമാണ് എപ്പോഴും ഉണ്ടാവുക, മിക്കവാറും ഉണ്ടാവുക. ഇനി എക്സ് വൈയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിസാജസ് പാറ്റേൺ ഒക്കെ കണ്ടു വരുമ്പോൾ നമ്മൾ ഇവിടെ എക്സും ഇവിടെ വൈയും ആവുമ്പോൾ ഇവിടെ മിക്കവാറും വോൾട്ടേജ് വേഴ്സസ് വോൾട്ടേജ് ആയിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ അതൊക്കെ വല്ലപ്പോഴും എടുക്കാറുള്ളൂ. നമ്മൾക്ക് നോർമലിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നോർമലി ആയതുകൊണ്ട് തന്നെ അത് ടൈമാണ് എക്സ് ആക്സസിൽ ഉണ്ടാവുക. അടുത്ത ചോദ്യം, മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ഡാഷ് സ്കെയിൽ. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിന് നോൺ യൂണിഫോം സ്കെയിലാണ് കേട്ടോ. അപ്പോൾ കാരണം എന്ത് കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിൽ കറണ്ട് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഉണ്ടല്ലോ. ഈ ഡിഫ്ലക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയാം. ഡിഫ്ലക്ഷൻ ടോർക്ക്. ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു, ആ തീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. ഓക്കെ, കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ പോയിന്ററിൻ്റെ ഇവിടെയുള്ള റീഡിങ്സ്, ഈ മീറ്ററിലുള്ള റീഡിങ്സ് ഉണ്ടല്ലോ, അത് യൂണിഫോം ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കറണ്ടിൻ്റെ സ്ക്വയർ അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് സ്ക്വയറിലോ ആണോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രാക്ടിക്കലി അത് സ്ക്വയറിലോ അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർഡ് എന്ന് പറയാൻ പറ്റില്ല, യൂണിഫോം എന്നും പറയാൻ പറ്റില്ല, ലോഗ് എന്നും പറയാൻ പറ്റില്ല, നൺ ഓഫ് ദീസും പറയാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുണ്ടല്ലോ, ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അതിന് ഉത്തരം ശരിക്കും നോൺ യൂണിഫോം സ്കെയിൽ എന്നാണ്. നോൺ യൂണിഫോം സ്കെയിൽ എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിന് കേട്ടോ. ഇനിയിപ്പോൾ PMMC ആണെന്ന് വിചാരിക്കുക, അതായത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിനകത്ത് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ടാണ്. അതുകൊണ്ട് തന്നെ യൂണിഫോം സ്കെയിൽ ആവാൻ പറ്റും. ഓക്കെ, യൂണിഫോം ആയിട്ടുള്ള സ്കെയിലായിരിക്കും. യൂണിഫോം ആയിട്ടുള്ള സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 200 ആയിരിക്കും, ഇവിടെ 300 ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്കെയിൽ വെക്കാൻ പറ്റും അവർക്ക്. ഓക്കെ, 0യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഓക്കെ, അങ്ങനത്തെ സ്കെയിലായിട്ട് വെക്കാൻ പറ്റും. പക്ഷേ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൽ അത് നടക്കില്ല. ചോദ്യം, the diode when reverse biased, the current flowing through it due to minority carriers is called. ഫോർവേഡ് കറണ്ട് എന്ന് എന്തായാലും പറയാൻ പറ്റില്ല, റിവേഴ്സ് ബയസ്ഡ് ആണ്, ഫോർവേഡ് കറണ്ട് അല്ല. സാച്ചുറേഷൻ കറണ്ട് ആണോ എന്ന് ചോദിച്ചാൽ റിവേഴ്സിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിലാണ് സാച്ചുറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത് എപ്പോഴും സാച്ചുറേഷൻ കറണ്ട് ആണെന്നും പറയാൻ പറ്റില്ല. എഡി കറണ്ട് ആണോ അതൊട്ടും അല്ല. നൺ ഓഫ് ദീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റിനും ക്യാൻസൽഡ് ഔട്ട് ആണ്. ശരിക്കും ഇതിൻ്റെ ഉത്തരം ഉണ്ടല്ലോ റിവേഴ്സ് കറണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് കറണ്ട് എന്നാണ് ഇതിന് ഉത്തരം. ഒരു ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും, റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ കറണ്ട്, അതായത് ഈ മൈനോറിറ്റി കാരിയർ കാരണം ഉണ്ടാവുന്ന ഈ കുഞ്ഞ് കറണ്ട് ഉണ്ടല്ലോ, കുഞ്ഞ് ഒരു മൈക്രോ ആംപിയർ റേഞ്ചിലൊക്കെ ഉണ്ടാവുന്ന ഈ കറണ്ടിനെയാണ് എന്താണ് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് കറണ്ട് എന്നാണ് അതിന് ഉത്തരം. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. An astable multivibrator using IC555 has RA equal to 72 kilo ohm, RB equal to 36 kilo ohm and C equal to 10 microfarad.
then what will be the frequency of oscillation? അപ്പോൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്, 555 ആണ്. എന്താണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.44 ഡിവൈഡഡ് ബൈ RA plus 2RB into C. ഇത് എപ്പോഴും ഓർമ്മയുണ്ടാവണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ 555 ഒക്കെ ഇത് ബൈ ഹാർട്ട് തന്നെ അറിഞ്ഞിരിക്കണം. 555 അസ്റ്റേബിളിൻ്റെ വാല്യൂസ് ഒക്കെ. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ടൈം പീരീഡ് പഠിച്ചാൽ മതി. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ തനിയെ തിരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ 1.44 എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട. കാരണം 1.44 ഡിവൈഡഡ് ബൈ RA എന്ന് പറയുന്ന 72 തന്നിട്ടുണ്ട് കേട്ടോ. കിലോമാണ് 72. 36 2 ഇൻറ്റു RB എന്ന് വെച്ചാൽ 36 ഇൻറ്റു 2 എന്ന് വെച്ചാൽ അതും 72 ആണ്. ഇത്രയും കിലോ എന്ന് വെച്ചാൽ 10⁻⁻3 ഉണ്ട് ഇൻറ്റു കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈക്രോഫാരഡ് ആണ്. 10 ഇൻറ്റു 10⁻⁻6. അപ്പോൾ 72 + 72 144 എന്ന് കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു +3 ഉണ്ട്, ഒരു +1 ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ താഴെ എന്ത് കിട്ടും? 144 ഇൻറ്റു 10⁻⁻2 എന്ന് കിട്ടിയോ? എന്ന് വെച്ചാൽ 1.44 ബൈ 1.44 തന്നെ അല്ലേ ഇത്? അതായത് അത് 1 അല്ലേ? അതായത് 1 ഹെർട്സ് അല്ലേ ഉത്തരം? ഓക്കെ, വളരെ സിമ്പിളായിട്ട് കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The GBP, അതായത് gain bandwidth product of an op-amp is specified as 1 MHz. What is the maximum gain that can be obtained using this op-amp at 1 kHz? Gain bandwidth product എന്ന് പറയുന്നത് 1 MHz ആണ്. അതായത് ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട്, എന്താണ് 1 kHz തന്നിട്ടുണ്ട്. 1 kHz ആണെങ്കിൽ ആ സമയത്ത് കിട്ടാവുന്ന മാക്സിമം ഗെയിൻ എത്ര എന്നാണ് ചോദ്യം. 1 kHz ആണെങ്കിൽ ഗെയിൻ എത്ര വരെ പോവാം? 1 MHz ആണല്ലോ മൊത്തത്തിൽ അതിൻ്റെ GBP എന്ന് പറയുന്നത്. ഗെയിൻ എത്ര വരെ പോവാം? 1000 വരെ പോവാം അല്ലേ? 1000 × 1 kHz ആയാലേ 1 MHz ആവുള്ളൂ. അപ്പോൾ 1000 ആണ് അവിടെ ഉത്തരം. എല്ലാവർക്കും ചോദ്യങ്ങളെല്ലാം മനസ്സിലായി, ഉത്തരങ്ങൾ എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Thank you.